പുതുയുഗയാത്രയിലെ പിടിവലിയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഷാഫി പറമ്പിൽ പ്രകോപിതനാകാൻ പാടില്ലായിരുന്നു, ഉന്തും തള്ളും ഒഴിവാക്കേണ്ടിയിരുന്നു. താൻ സ്റ്റേജിൽ വീണു പോയിട്ടില്ലെന്നും സോഫയിൽ ഇരിക്കുകയായിരുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അത്തരമൊരു സ്റ്റേജിൽ വെച്ചിട്ട് അത്തരമൊരു ഉന്തും തള്ളും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവിടുത്തെ എം പിയാണ് ശ്രീമാൻ ഷാഫി. അദ്ദേഹത്തിന് ഒരവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. ഒരു പക്ഷേ പെട്ടെന്ന് പ്രകോപിതനായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം ശാന്തനാവുകയുണ്ടായി. ഇത്തരമൊരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, അത് ആ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം സ്നേഹത്തള്ള് ആയിരുന്നു എന്നാണ് അതിന് ഒരു വിശദീകരണമായി പുറത്തു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഇത് പറയുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ, അന്ന് കണ്ട ദൃശ്യങ്ങളിൽ അദ്ദേഹം താഴെ വീഴുന്നതായും ഒരു വശത്തു നിന്ന് നോക്കിയാൽ അത് തോന്നുമായിരുന്നു. താൻ താഴെ വീണില്ല, സോഫയിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഷാഫിക്ക് വിമർശനവുമുണ്ട്. പ്രകോപിതനാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്മിത, തീർച്ചയായും ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ്, ജില്ലയിലെ എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ ഈ വിഷയത്തിലെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയാണ്. അന്ന് കുറ്റ്യാടിയിലെ ആ വേദിയിൽ മുല്ലപ്പള്ളിയും ഉണ്ടായിരുന്നു. അദ്ദേഹം താഴെ വീണു എന്നൊക്കെ ഇടത് സൈബർ കേന്ദ്രങ്ങൾ കാര്യമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് ആർക്കും അങ്ങനെ തോന്നുകയും ചെയ്യും, ആരെയും തെറ്റു പറയാൻ കഴിയില്ല. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തള്ളിക്കൊണ്ടും എന്നാൽ അന്ന് താനടക്കമുള്ളവർ വീണിട്ടില്ല എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുല്ലപ്പള്ളി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. കുറ്റ്യാടിയിലെ ആ സംഭവം ഒഴിവാക്കേണ്ടിയിരുന്നതല്ലേ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിലായിരുന്നു അദ്ദേഹം ഷാഫി പറമ്പിൽ പ്രകോപിതനാകാൻ പാടില്ലായിരുന്നു എന്നുള്ള മറുപടി നൽകുന്നത്. പ്രസംഗത്തിന് ക്ഷണിക്കാത്തതിൽ ഷാഫിക്ക് ഒരു പക്ഷേ പ്രയാസം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ മുന്നിൽ മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഷാഫി ഓർക്കണമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഷാഫി ശാന്തനായി. പക്ഷേ മുൻപിൽ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. വേദിയിൽ നിയന്ത്രണം ആവശ്യമായിരുന്നു, അതില്ലാത്തതൊരു വീഴ്ചയായി കാണേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിമർശനം, ഷാഫി പറമ്പിലിനെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള വിമർശനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ താൻ വീണിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുല്ലപ്പള്ളിയെ ഈ ജൂനിയർ നേതാക്കൾ ചേർന്നുകൊണ്ട് താഴേക്ക് തള്ളിയിട്ടു എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു സൈബർ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ യാത്രക്കെതിരെ ഉയർന്നു വന്നത്. താൻ വീണിട്ടില്ല, പുറകിലുണ്ടായിരുന്ന സോഫയിൽ ഇരിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. വീണുപോയി എന്നുള്ളത് ഒരു അനവസരത്തിലുള്ള പ്രചാരണം മാത്രമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം അതൃപ്തിയുണ്ട്. അത് ചിലർ തുറന്നു പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ 24നോട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആ സംഭവം ഒഴിവാക്കേണ്ടിയിരുന്നതായിരുന്നു എന്ന്. കാരണം കാസർകോട്ട് നിന്ന് ആരംഭിച്ച ഈ പുതുയുഗ യാത്ര കോഴിക്കോട് എത്തുന്നത് വരെ യാതൊരു തരത്തിലുള്ള വിവാദങ്ങളിലും ഉൾപ്പെടാതെയായിരുന്നു ആ യാത്രയുടെ കടന്നുപോക്ക്. ആദ്യമായി ആ യാത്രയിൽ ഉണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് കുറ്റ്യാടിയിലെ വേദിയിൽ ഉണ്ടായ പ്രവീൺ കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്നേഹത്തള്ളലായിരുന്നു. എന്തായാലും ആ സംഭവം ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ഇടയിൽ വരെ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ തുറന്നു പറച്ചിൽ. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.